ഇന്ന് മാർച്ച് 8, റാണി കർണാവതി വീരാഹൂതി ദിനം. ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ പോരാടിയ ധീരവനിത. ബുന്ധിലെ രാജകുമാരിയായിരുന്നു റാണി കർണാവതി. മേവാർ രാജ്യത്തിന്റെ തലസ്ഥാനമായ ചിത്തോർഗഡിലെ റാണസംഗ കർണാവതിയെ വിവാഹം കഴിച്ചു. റാണ വിക്രമാദിത്യ, റാണ ഉദയ് സിംഗ് എന്നിവരുടെ അമ്മയും മഹാറാണ പ്രതാപിന്റെ മുത്തശ്ശിയുമായിരുന്നു റാണി കർണാവതി. 1527 മുതൽ 1533 വരെ അവർ റീജന്റായി സേവനമനുഷ്ഠിച്ചു. AD 1526 ബാബർ ഡൽഹിയുടെ സിംഹാസനം പിടിച്ചടക്കിയതിനു ശേഷം റാണാസംഗ ബാബറിനെതിരെ രജപുത്ര രാജാക്കന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കുകയും ബാബറിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു. ബയാന യുദ്ധത്തിൽ ബാബറിനെ പരാജയപ്പെടുത്തുന്നതിൽ റാണ വിജയിച്ചു. എന്നാൽ ഖനുവ യുദ്ധത്തിൽ ബാബറിന്റെ മികച്ച തന്ത്രങ്ങൾ, പീരങ്കികൾ എന്നിവ കാരണം അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് ബാബർ അയച്ച ചാരന്മാർ റാണാസംഗയെ വിഷം നൽകി ചതിച്ചു കൊലപ്പെടുത്തി. റാണാസംഗയുടെ മരണത്തെ തുടർന്ന് റാണി കർണാവതി രാജ്യഭരണം ഏറ്റെടുത്തു. ഇതിനിടയിൽ ഗുജറാത്തിലെ ബഹദൂർ ഷാ 2ാം തവണയും മേവാർ ആക്രമിച്ചു. റാണി കർണാവതി തന്റെ മക്കളെ ബുന്ധിയിലേക്ക് അയക്കുകയും അവരെ ബഹദൂർ ഷായിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു. വിരലിലെണ്ണാവുന്ന സൈനികരോടൊത്ത് തന്റെ നാടിനെയും നാട്ടുകാരെയും ചിത്തോർഗഡ് കോട്ടയെയും സംരക്ഷിക്കുന്നതിനായി ബഹദൂർ ഷായുമായി ഉജ്ജ്വല പോരാട്ടം നടത്തി. എന്നാൽ എണ്ണത്തിൽ കുറവായ ചിത്തോർഗഡ് സൈനികർക്ക് ബഹദൂർ ഷായുടെ കൂറ്റൻ സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ പിറന്ന നാടിനു വേണ്ടി പൊരുതി വീണു. ബഹദൂർ ഷാ ചിത്തോർഗഡിൽ പ്രവേശിച്ച് കൊള്ളയും കൊള്ളിവെപ്പും നടത്തി കോട്ട ലക്ഷ്യമാക്കി നീങ്ങി. തോൽവി ആസന്നമാണെന്ന് മനസ്സിലാക്കിയ കർണാവതിയും കൊട്ടാരത്തിലെ മറ്റ് സ്ത്രീകളും ബഹദൂർ ഷായുടെ അധീനതയിൽപ്പെടാതിരിക്കാൻ 1534 മാർച്ച് 8 ജൗഹർ അനുഷ്ഠിച്ചു. ഉയർത്തിപ്പിടിച്ച ശിരസും പുഞ്ചിരിക്കുന്ന മുഖവുമായി കർണാവതിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് സ്ത്രീകൾ അഗ്നികുണ്ഠത്തിലേക്ക് നടന്നു നീങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ധീരതയുടെ പ്രതീകമായി മാറിയ കർണാവതിയെ പോലെയുള്ള 100 കണക്കിന് സ്ത്രീരത്നങ്ങളുടെ നാടാണ് ഭാരതം. ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുമ്പോൾ വിസ്മരിക്കപ്പെട്ടു പോയ ആ ധീര വനിതകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.